പ്രീസലോ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സ്വർഗം എന്താണ്, എങ്ങനെ ഉള്ളതാണ്. നമുക്ക് 3 സ്വർഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. 1, പ്രപഞ്ചങ്ങളുടെ മുഴുവൻ തലസ്ഥാന കേന്ദ്രമാണ് സ്വർഗം. അവിടെ നിത്യമായ ദൈവം നിത്യസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു. ഹെവൻ ഈസ് ദ ക്യാപിറ്റൽ സെൻറ്റർ ഓഫ് ഓൾ യൂണിവേഴ്സ് where in the internal God is started on his throne. സ്വർഗത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിത്യനായ ദൈവം സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. 2, നമുക്കതിൻ്റെ വാക്യം കാണാം. യെശയ്യാ 6:3, സങ്കീർത്തനം 4:5, 45:4, യെശയ്യാ 66:1 ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വർഗം ദൈവത്തിൻ്റെ മഹത്വവും തേജസ്സും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. ഹെവൻ ഈസ് ദ പ്ലേസ് ദ ഫുൾഡ് വിത്ത് ദി ഗ്ലോറി ആൻഡ് മാജിസ്ട്രി ഓഫ് ഗോഡ്. യെശയ്യാവ് 6:3, വെളിപ്പാട് 21:23. സ്വർഗം ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണ്. ഹെവൻ ഈസ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്. യെശയ്യാവ് 6:3, വെളിപ്പാട് 21:7. സ്വർഗം സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയുടെ സ്ഥലമാണ്. ഹെവൻ ഈസ് ദ പ്ലേസ് ഓഫ് മോസ്റ്റ് പെർഫെക്റ്റ് ബ്യൂട്ടി. സങ്കീർത്തനം 50:2, യെശയ്യാവ് 33:17. 5, സ്വർഗം മരണമില്ലാത്ത സ്ഥലമാണ്. ഹെവൻ ഈസ് ദ പ്ലേസ് ഓഫ് ഇമ്മോറാലിറ്റി. 1 തിമോത്തിയോസ് 1:17, യെശയ്യാവ് 9:7 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വർഗം ആത്മീക സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ സ്ഥലമാണ്. ഹെവൻ ഈസ് ദ പ്ലേസ് ഓഫ് സ്പിരിച്വൽ ജോയ് ആൻഡ് പ്ലേസ്. റോമർ 14:17, സെഫന്യ 3:17, യെശയ്യാവ് 65:17-19. സ്വർഗം ആരാധനയുടെയും ആനന്ദത്തിൻ്റെ സ്ഥലമാണ്. ഹെവൻ ഈസ് ദ പ്ലേസ് ഓഫ് വർഷിപ്പ് ആൻഡ് ഗ്ലാഡ്നസ്. വെളിപ്പാട് 4:5, 23:3, യെശയ്യാവ് 6:2-3 നമുക്ക് കാണാൻ കഴിയുന്നു. പ്രാഥമിക അർത്ഥത്തിൽ 3 സ്വർഗങ്ങൾ എന്ന് പറയുന്നത്: 1-ാം സ്വർഗം വായുമണ്ഡലം, 2-ാം സ്വർഗം നക്ഷത്രമണ്ഡലം, 3-ാം സ്വർഗം സ്വർഗാദി സ്വർഗവും. 7 സ്വർഗങ്ങൾ, 7 പാരഡൈസ്. ഭൂമിയിലെ സ്വർഗം ഹെവൻ ഈസ് ദ വേൾഡ് ആണ് നമുക്ക് ഭൂമിയിൽ കാണാൻ കഴിയുന്നത്. ഭൂമിയിലെ സ്വർഗം ദൈവത്തിൻ്റെ സഭയാണ്. എഫേസ്യർ 2:6